കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കരിമ്പുഴ തോട്ടരയിലെ കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശം മഴ പെയ്താൽ വെള്ളക്കെട്ടായി മാറുകയാണ്. സ്കൂളിനകത്ത് നിന്ന് ഉൾപ്പെടെയുള്ള വെള്ളം ഒഴുകി വന്ന് സ്കൂളിന്റെ ഗേറ്റിന് മുൻവശത്ത് കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വാഹനങ്ങൾ പോകുമ്പോൾ കുട്ടികളുടെ ശരീരത്തിലേക്ക് വെള്ളം തെറിച്ചു വീഴുകയും ഇതിൽ നിന്ന് രക്ഷപ്പെടാനായി ഓടുന്ന വിദ്യാർത്ഥികൾ തെന്നി വീഴുന്നതും സ്ഥിരം കാഴ്ചയായി മാറുകയാണ്. മഴക്കാലമായതോടെ ഈ വെള്ളക്കെട്ടിൽ റോഡിൽ കുഴികൾ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് ഈ കുഴികൾ കാണാതെ ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും ഇതിൽ പെട്ടുപോവുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ടിന് അടിയിലെ ഈ കുഴി കാണാതെ ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞു വീഴുന്ന അവസ്ഥയും ഉണ്ടായി. ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി സ്കൂളിന് മുന്നിൽ അഴുക്കുചാൽ നിർമ്മിച്ച് തൊട്ടടുത്തുള്ള കൾവർട്ടിലേക്ക് എത്തിച്ച് വെള്ളം റോഡിലൂടെ ഒഴുകുന്നത് തടയുകയാണ് ചെയ്യേണ്ടത്. വളരെ അടിയന്തരമായി ഇത് ചെയ്തില്ലെങ്കിൽ റോഡിലുള്ള ഈ കുഴി വലുതായി വരികയും വെള്ളക്കെട്ടിനടിയിലുള്ള ഈ കുഴി കാണാതെ വാഹനങ്ങൾ നിരന്തരം ഇവിടെ വീണ് അപകടം സംഭവിക്കുകയും ചെയ്യും. ബന്ധപ്പെട്ട അധികൃതർ ഉടനടി ഇത് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ എടുക്കണമെന്നും ഈ ഒരു അപകടാവസ്ഥ ഇല്ലാതാക്കണമെന്നും പൊതുപ്രവർത്തകനായ M. ചന്ദ്രമോഹനൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ +2-വിനും അതുപോലെ തന്നെ ഹൈസ്കൂൾ സെക്ഷനിലും പഠിക്കുന്ന വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതിൻ്റെ മുമ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ റോഡിൻ്റെ വശത്ത് തന്നെ ഇവിടെ ഒരു വളവും കൂടി ഉണ്ടായത് കാരണം ഈ റോഡിൻ്റെ ഈ സൈഡിലൂടെ സ്കൂളിൽ നിന്നും ഇറങ്ങി വരുന്ന വെള്ളം ഒലിച്ച് ആ റോട്ടിൽ കെട്ടി നിൽക്കുകയാണ്. റോട്ടിൽ കെട്ടി നിൽക്കുന്നത് കാരണം വെള്ളക്കെട്ടുണ്ടായത് കാരണം അവിടെ റോഡ് ഇപ്പോൾ തന്നെ കുഴിയാവൽ തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസം മുന്നേ 2 ബൈക്കുകൾ ഒരു ഓട്ടോറിക്ഷയൊക്കെ അതിൽപ്പെട്ട അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അർജന്റായിട്ട് ഇടപെടേണ്ടത് PWD ആണ്. PWD ഇടപെട്ടുകൊണ്ട് ഈ സൈഡിൽ ഡ്രൈനേജ് നിർമ്മിച്ചുകൊണ്ട് ഈ വെള്ളം കൊണ്ടായിട്ട് അവിടെ ഒരു ഓവുപാലുണ്ട്. ഓവുപാലത്തിൻ്റെ അടിയിൽ കൂടെ തോട്ടിലേക്ക് ഒഴുക്കി വിടേണ്ട ഒരു സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. അതിൽ PWDയും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളൊക്കെ അതിൽ ഇടപെട്ടുകൊണ്ട് സമ്മർദ്ദം ചെലുത്തി അത് അർജന്റായിട്ട് പണി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ വലിയൊരു അപകടം നടക്കാനുള്ള സാധ്യത ഇവിടെയുണ്ട് എന്ന് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇനി അപകടം നടന്നാൽ മാത്രമേ അധികാരികളുടെ കണ്ണു തുറക്കൂ എന്ന് ഉള്ള വാശിയുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസ സമുച്ചയം തന്നെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തോട്ടര. ധാരാളം തിരക്കുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ആ ഡ്രൈനേജ് പണി ഉടൻ പൂർത്തീകരിച്ച് ഈ വെള്ളക്കെട്ട് ഇവിടെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് ജനപ്രതിനിധികൾ ഉൾപ്പെടെ PWD കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.